സ്വന്തം സഹോദരങ്ങൾ എടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ അനുജന്റെ മുഖം, 17 വയസ്സുകാരന്റെ മുഖം, ചിലപ്പോൾ അവന്റെ മുഖമോ കയ്യോ ഒക്കെ അവിടെ എവിടെയൊക്കെ ചെന്ന് വരഞ്ഞു കാണാം. അവന്റെ ദേഹത്തുനിന്ന് രക്തം പൊടിയുന്നുണ്ടായിരിക്കാം, അവന്റെ ഹൃദയം നോവുന്നുണ്ടായിരിക്കാം. ഇനി അപ്പനെ കാണാൻ കഴിയില്ല. ഞാൻ സ്നേഹിച്ച സഹോദരന്മാർ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കിലൂടെ ആയിരിക്കും യോസേഫ് കടന്നുപോയത്. പക്ഷെ ദൈവം അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ എറിഞ്ഞു കളഞ്ഞവർക്ക് അവനെ മനസ്സിലായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനൊരു ഭാവിയിലേക്ക് നിങ്ങളെ ഹോളി സ്പിരിറ്റ് നടത്തും. നമ്മളെ കുറിച്ച് ബൈബിളിൽ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്നേ. ദൈവത്തിന്റെ വലതുഭാഗത്ത് നമ്മളെ ഇരുത്തി വാഴ്ചകൾക്ക് അധികാരങ്ങളെയും കാൽക്കീടാക്കി ഭയങ്കര കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാകാത്തതിന്റെ ഒരു കാര്യം, ഇതൊക്കെ എന്താണെന്ന് അറിയാവുന്ന ആളുടെ കൂടെ ടീമാകണം. പാസ്റ്റർ യോങ്കിച്ചോ അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയിൽ അദ്ദേഹം വിചാരിക്കുന്ന ഒരു വിജയം ഉണ്ടാകാതെ, ദൈവപ്രവർത്തികൾ നടക്കാതെ പ്രയാസത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊരിക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം വേദപുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഹോളി സ്പിരിറ്റുമായിട്ട് പാർട്ട്ണർ ചെയ്യാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഞങ്ങളും പരിശുദ്ധാത്മാവും സാക്ഷികളാണ് എന്ന് എഴുതിയിരിക്കുന്നു.